ഹായ്, ഞാൻ സീരിയലിലിടുന്ന ഓർണമെൻറ്റ്സിനെ കുറിച്ച് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. നല്ല കമ്മലുകൾ, നല്ല മാലകൾ, നല്ല വളകൾ, നല്ല മൂക്കുത്തികൾ. അപ്പോൾ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് എപ്പോഴും വിചാരിക്കും എല്ലാവരോടത്തും ഓരോ പ്രാവശ്യം ഉത്തരം പറയാൻ വയ്യാത്തതുകൊണ്ട് ഈ ഒരൊറ്റ വീഡിയോ കൂടെ ഉത്തരം പറയാമെന്ന് വെച്ചു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് മാത്രമല്ല ഷഫാന, ഞാൻ ഷഫു എന്നാണ് വിളിക്കുന്നത്. പുള്ളിക്കാരുടെ നിന്നാണ് ഞാനിപ്പോൾ ഓർണമെൻറ്റ്സ് എല്ലാം എടുക്കുന്നത്. ഗീതാ ഗോവിന്ദം സീരിയലിന് വേണ്ടി ഞാൻ ഇടുന്ന ഓർണമെൻറ്റ്സ് പുള്ളിക്കാരുടെയാണ്. ചിക്കൂസ് മാം അല്ലേ, ചിക്ക് മാംസ്. ഇൻസ്റ്റയിലും എല്ലാം പേരിതാണ്. പുള്ളിക്കാരുടെ നിന്നാണ് ഞാൻ ഈ കമ്മലുകളും മാലയും വളയൊക്കെ ഇപ്പോൾ എടുക്കുന്നത്. മീഡിയ രണ്ടിലും കുറച്ച് ഇവരുടെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അപ്പം എനിക്ക് ഇടണമെന്ന് തോന്നിയിട്ടില്ല, കാരണം ഞാൻ ആ സമയം യൂട്യൂബ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇതൊരു കൊളോബയും കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് എൻ്റെ ഫാമിലി ഫ്രണ്ടിൽ നിന്ന് ഇത് എടുക്കുമ്പം അതെനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സാധനമാണ്. ഇവരുടെ നിന്ന് കിട്ടുന്ന ഇതേ സാധനം തന്നെ മാക്സിലും ഇപ്പം വെബ് സൈഡിൽ ഇതൊക്കെ കിട്ടുന്നത് ഭയങ്കര എക്സ്പെൻസാണ്. ഇതേ കമ്മൽ ഞാൻ പല സ്ഥലത്ത് ചെന്ന് വില ചോദിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വിലയാണ് പറയുന്നത്. ഒരു കമ്മലിന് 400, 500, 1000 സംതിങ് ഒക്കെ പറയുന്നത്. പക്ഷെ ഇവരുടെ അത്ര റേറ്റ് ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, കളർ ഫെയ്ഡ് ആവുന്നില്ല. ഞാൻ എടുത്ത പല സാധനം കളർ ഫെയ്ഡ് ആവുന്നുണ്ട്. അത് ഗോൾഡ് ആണെങ്കിൽ ഏത് മെറ്റീരിയൽ ആയാലും. പക്ഷേ ഇവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവർ എന്നോട് ഇപ്പം ഞാനായതല്ല, ഇവർ ഏത് കസ്റ്റമേഴ്സിനോട് ചെയ്യുന്നതും അത് ഹമ്പിളായിട്ട് സിമ്പിളായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈയിടയ്ക്ക് ഒരു സ്ഥലത്ത് കുറച്ച് കമ്മലെടുത്തു, വെറൈറ്റി കമ്മലുണ്ട്. അതേ കമ്മൽ ഇവരുടെ കയ്യിലുണ്ട്. പക്ഷെ എന്നോട് 2-3 രൂപ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ്. എക്സ്പെൻസ് മാത്രമല്ല, അവരുടെ നിന്ന് വാങ്ങിച്ചൊരു കമ്മൽ എൻ്റെ ഇന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചത് ശരിയാക്കി തരില്ല, റീഫണ്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഈ പേയ്മെൻറ്റ് തന്നെ വേറെ എടുക്കാമെന്ന് പറഞ്ഞപ്പം ഒറ്റയടിക്ക് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അപ്പം ഞാൻ ആലോചിച്ച്, നമ്മൾ ഇരട്ടി കാശും കൊടുത്തിട്ട് ഓക്കെ അവരുടെ റെൻറ്റിൻ്റെയും ഒക്കെ ആണെങ്കിൽ പോലും ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യാൻ അറിയില്ല. ഒറ്റ പ്രാവശ്യം കൊണ്ട് നമ്മൾ മടുത്തു പോകും. കാരണം ഒരു ബിസിനസ് എന്ന് പറയുമ്പം ശരിയാണ്, നിങ്ങൾക്ക് വാടക കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം, സ്റ്റാഫുകൾക്ക് കൊടുക്കണം, ഇതൊക്കെ എനിക്കറിയാം. പക്ഷെ അതിൻ്റെ ഇരട്ടി എടുക്കുമ്പം കസ്റ്റമേഴ്സ് വരില്ല. എവിടെയാണ് ഏറ്റവും നല്ല സാധനം ലാഭത്തിൽ കിട്ടണോ അവിടെയാണ് ആൾക്കാർ. അവിടെയാണ് ഷിഫാന ചെയ്ത ഏറ്റവും വലിയൊരു ബ്രില്യൻറ്റ് ഒരു ബിസിനസ് ഇതാണ്. ഒരു വുമൺ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പറ്റുമെങ്കിൽ നിങ്ങൾ ഇവരുടെ നിന്ന് വാങ്ങുക. എൻ്റെ കമ്മലും മാല ഇഷ്ടപ്പെടുന്നതല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇവർക്കൊരു ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ എൻ്റെ ഇതിൽ വന്ന് മായ 10 എന്ന് പറഞ്ഞൊരു കൂപ്പൺ എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ടും കൂടി ഇവർ തരുന്നതായിരിക്കും. പറ്റുകയാണെങ്കിൽ എടുക്കുക, പറ്റുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക. ഏറ്റവും സിമ്പിളായിട്ട്, സിമ്പിളുള്ളവർക്ക് സിമ്പിളുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഗ്രാൻഡ് ആണെങ്കിൽ ഗ്രാൻഡുണ്ട്. പിന്നെ ഒന്നുണ്ട്, ട്രിവാൻഡ്രത്തുകാർക്ക് മാത്രം റെൻറ്റിന് ഇവർ കൊടുക്കുന്നുണ്ട്. ഇവരുടെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ ഇടുന്നതായിരിക്കാം. നിങ്ങൾ അതും കൂടി നോക്കിയിട്ട് വിളിക്കുകയോ എന്ത് വേണോ ചെയ്യാം. സപ്പോർട്ട് കൊടുക്കുക. ഞാൻ മാത്രമല്ല സപ്പോർട്ട് കൊടുക്കേണ്ടത്, എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവരും കൂടിയും ഷഫാനയ്ക്ക് സപ്പോർട്ട് കൊടുക്കണം. ഷഫാന അടുത്ത് നമുക്ക് ചോദിക്കാം, ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്. എനിക്ക് തന്നപ്പോൾ ഷഫാനയ്ക്ക് ഉണ്ടായൊരു സാറ്റിസ്ഫാക്ഷനും കൂടിയും നമുക്ക് ചോദിച്ചു നോക്കാം. ഷഫാന, ഇത് എവിടെ നിന്നാണ് നിങ്ങൾ ഈ ഓർണമെന്റ്സ് എല്ലാം എടുക്കുന്നത്? ഞാനിത് കൂടുതലും എടുക്കുന്നത് ബോംബെ നിന്നാണ്. ഏറ്റവും കൂടുതലും ബോംബെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ വരുന്നത് ഡൽഹിയിൽ നിന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് കുറച്ച് ഇതിനകത്ത് ചെയ്യുന്നതെന്ന്. കാരണം മറ്റ് എനിക്കറിയാവുന്നതും അല്ലാതെ ഒരുപാട് വെബ്സൈറ്റുകളിലും ഇൻസ്റ്റാഗ്രാം പേജുകളിലും ചെയ്യുന്നത് എല്ലാവരും നല്ല റേറ്റ് കൂട്ടിയിട്ടാണ്. ഞാൻ മാക്സിമം എല്ലാവർക്കും അഫോർഡബിൾ ആകണമെന്നുള്ളൊരു ആഗ്രഹവും കൂടെ വെച്ചിട്ടാണ് ഇത്രയും റേറ്റ് കുറച്ച് ചെയ്യുന്നത്. എനിക്കതിൻ്റെ ഒരുപാട് ബെനിഫിറ്റും ഉണ്ട്. എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് ആ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. എൻ്റെ മെയിൻ ഒരു കസ്റ്റമറാണ് പ്രിയ എന്ന് പറയുന്നൊരു മാഡം. പുള്ളിക്കാരി എനിക്ക് നല്ല പോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം അവർക്ക് ആദ്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് പ്രിയയെ സപ്പോർട്ട് ചെയ്യണം. അയ്യോ, അങ്ങനല്ല. മായാവി എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ നിന്ന് ഒരുപാട് പേർക്ക് പിന്നെ പ്രൊമോട്ട് ചെയ്യാറുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലൂടെ തന്നെയാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാണ് കേട്ടോ പ്രിയ. ഞാൻ ഈ ബിസിനസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പാഷൻ്റെ പുറത്തായിരുന്നു. പക്ഷേ അത് പിന്നീട് എനിക്ക് തോന്നി പലർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഇവിടുത്തെ റേറ്റ് വെച്ചിട്ട് പല ഓർണമെൻറ്റ്സ് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. മെയിനായിട്ട് ഗോൾഡ് നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഇപ്പോൾ.
പക്ഷെ ഇപ്പൊ ഗോൾഡ് അല്ല അല്ലേ എല്ലാവർക്കും ഇഷ്ടം. യൂസ് ചെയ്യുന്നില്ല. ഇതാണ് എല്ലാരും ഇപ്പം ഗോൾഡ് ഇത് ഏതെന്ന് അറിയാത്ത രീതിയിലാണ് എടുക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും ഇത് ഇപ്പൊ ഷഫാനടിയിൽ ഇരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് ഔട്ട്ഫിറ്റ് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഒരുപാട് ഓർണമെന്റ്സ് ഉണ്ട്. കൈ ചെയിൻ ആയാലും കഴുത്തിലിടുന്നതായാലും കാതിലിടുന്നതായാലും. മൂക്കുത്തി മാത്രം എടുത്തില്ല, അത് മൂക്കുത്തി വരും. എനിക്ക് വേണ്ടി സ്പെഷ്യൽ മൂക്കുത്തികൾ കൊണ്ട് തരാം. എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് ഷഫാനടിയിലെ ഹെയർ ബാൻഡ് ഉണ്ട്. അത് നമുക്ക് അത് പുതിയതായിട്ട് അത് ഫെയ്ഡ് ആവുന്നില്ല. ഞാനത് തലയിൽ ഇട്ടതാണ്, ഉഗ്രൻ സാധനം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഞങ്ങൾ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ വേർത്ത് കുളിക്കാറുണ്ട്. പക്ഷെ ഇതെൻ്റെ ഒരു സാധനം പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഒന്നുപോലും ഫെയ്ഡായിട്ടില്ല. ഇപ്പം നമ്മൾ റോഡിൽ കാണുന്ന കുറേ സാധനം അവർ പോലും നമ്മൾ പറയുമോ റോഡിൽ കാണുന്നതല്ലേ, റോഡിനെ നമ്മൾ ചീപ്പായിട്ട് കാണല്ലേ, അവിടെ എക്സ്പെൻസ് സാധനമുണ്ട്. പക്ഷെ അവരെയും കാട്ടിയും വളരെ വില കുറവിലാണ് ഷഫാന കൊടുക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കുക. കാരണം ഉഗ്ര സാധനങ്ങളുണ്ട്, വെറൈറ്റി മാല, കമ്മൽ, കൈച്ചെയിന്, മൂക്കുത്തി എല്ലാം ഉണ്ട്. ഇനി ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 1 ഇയറിനകത്തായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. 1 ഇയറിൻ്റെ അകത്താകുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടിയില്ലേ? നോർത്തിലൊക്കെ ഇല്ലേ, ഹിന്ദിക്കാരൊക്കെ അല്ലേ? ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത് അല്ലേ? മലയാളികളിൽ നിന്നാണ് നമുക്ക് മോശം ഇതായിട്ട്, നല്ല ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. ഇല്ല, മലയാളികൾ എല്ലാത്തിനും ഞാൻ അടിച്ചാക്ഷേപിക്കുകയല്ല. മലയാളികൾ എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഇവർക്കൊരു എന്താ പറയുന്നത്, അതിൽ രീതിയിലൊരു പ്രൊമോഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ രീതിയെക്കുറിച്ച് ഒന്നും പറയില്ല. അല്ലെങ്കിലും എനിക്കറിയാവുന്ന ഞാൻ ഷഫാനല്ലേ, എൻ്റെ കുറേ ഫ്രണ്ട്സിൽ ഇത് എവിടെ നിന്ന് വാങ്ങിച്ച കമ്മലെന്ന് പറഞ്ഞാൽ അവർ പറയില്ല. കാരണം ഞാൻ അതേപോലെ വാങ്ങിച്ചു പോകുമോ, ഞാനല്ല അവർ. അത് ആലോചിക്കുക. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പം മലയാളികളിൽ നിന്ന് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ കൊളാബ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരുപാട് പേര് നല്ല പോലെ ചെയ്തു തരുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ മോശമായിട്ട് നിൽക്കുന്നവരും ഉണ്ട്. അല്ല, ആർട്ടിസ്റ്റുകളും ഉണ്ട്. ആർട്ടിസ്റ്റുകളും ഉണ്ട്. നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഷഫാനെ. നമുക്ക് കൊളാബ് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ ചോദിക്കുമ്പം ചിലരൊക്കെ നമ്മളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ചിലർ വളരെ നല്ല രീതിയിലും ചെയ്യാറുണ്ട്. എല്ലാ മനുഷ്യരും ഒരേപോലെ ആവണമെന്നില്ല. നമുക്ക് അതുകൊണ്ട് ചെയ്യാനൊരു മടുപ്പായി പോകും കൊളാബ്. പിന്നെ ഞാൻ മടിച്ചിരുന്ന സമയത്താണ് മായാവി എന്നെ കൊളാബ് ചെയ്യാന്ന് പറയുന്നത് തന്നെ. എനിക്ക് എന്നെ കാണാൻ വീട്ടിൽ വന്നതാണ് ശരിക്കും. എൻ്റെ ഫ്രണ്ട് യാസ്മീൻ്റെ ചേച്ചിയുടെ ഡോക്ടർ ഇൻ ലോയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഇവരെന്നെ കാണാൻ വന്നപ്പോൾ കുറച്ച് ഗിഫ്റ്റ് എനിക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ് ഇഷ്ടപ്പെട്ട സീരിയൽ കാണാറുണ്ട്, ഇത്രയും വലിയത് ഇടുന്നത്. ഇപ്പം ആദ്യം ഞാനാണ് തുടങ്ങിയത്, ഇപ്പം എല്ലാവരും ഇടാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചത് ഞാൻ കൊളാബ് ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ഷോക്കായി. ബന്ധം വെച്ചിട്ട് ഇതെങ്ങനെ പറയുന്നതാണ്. കാരണം പലരുടെ സൈഡിൽ നിന്ന് പുള്ളിക്കാരത്തിൽ കിട്ടിയത് അതേപോലെ നെഗറ്റീവാണ്. അപ്പോൾ ഇനി എന്നിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് അറിയാത്തത് കൊണ്ട്. പക്ഷെ എനിക്കങ്ങനെയില്ല, ഞാൻ കൊളാബ് ചെയ്ത് കൊടുക്കുക. എനിക്ക് നല്ല സാധനങ്ങൾ ആര് തന്നാലും ഞാൻ അവർക്ക് കൊളാബ് ചെയ്ത് കൊടുക്കും ഉറപ്പായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിക്ക് ഞാൻ ചെയ്തു കൊടുത്താൽ എന്താ കുഴപ്പം? അത് എൻ്റെ ഒരു കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരു കുടുംബമാണ് ഉറപ്പായിട്ട്. അപ്പം നിങ്ങൾ പുള്ളിക്കാരത്തെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ഇവരുടെ മാല, കമ്മൽ അങ്ങനെയൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. കാരണം ഇവരുടെ എല്ലാം നല്ലതാണ്, എല്ലാ ഡ്രസ്സിനും പറ്റുന്നു. ഇപ്പോൾ ചുരിദാറിൻ്റെ കൂടെ ആയാലും സാരിയുടെ ആയാലും അതേപോലെ ഔട്ട്ഫിറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നു. ഇപ്പോൾ ജീൻസ് ടോപ്പ് ഇടുന്നവർക്കൊക്കെ ഇതേപോലത്തെ സിമ്പിൾ മാലകളായിരിക്കും ഇഷ്ടം. വളരെ നൈസായിട്ടുള്ള 1, 2 അങ്ങനെ കിടക്കുന്ന 2 ലെയർ. അപ്പോൾ ഇത് അങ്ങനത്തുള്ള കുറച്ച് എനിക്കും കൂടി ഇഷ്ടപ്പെട്ടത്. എനിക്കിഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അറിയില്ല, എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റിൽ നമുക്ക് കുറച്ച് ഇട്ട് നോക്കാം. ഓക്കെ, ഈ ഒരു മാല ചോക്കർ കണ്ട ഇത് സിമ്പിളാണ്. ഇതിപ്പോൾ നമുക്ക് സ്ലീവ്ലെസ് ചുരിദാറായാലും അല്ലാതെ ഹെവി ചുരിദാറായാലും സാരി ആയാലും സെറ്റ് മുണ്ടായാലും ഇപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് ഡ്രസ്സൊക്കെ ഇല്ലേ, ചില ഗൗണുകൾക്കൊക്കെ ഇത് ഇടാൻ പറ്റുന്നതാണ്. സോ സിമ്പിൾ. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, കൊള്ളൂല്ലേ? നല്ല ഭംഗിയില്ലേ? ഇതിങ്ങനെ തന്നെ കിടക്കും കഴുത്തിൽ. ഇത് നമുക്ക് സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇടാൻ പറ്റും, ഒരു സിമ്പിൾ കല്യാണത്തിന് മുമ്പ് സാരിയോടെ ഇടാൻ പറ്റും, ചുരിദാറിൻ്റെ കൂടെ ഇടാൻ പറ്റും, നമുക്കൊരു ഔട്ട്ഫിറ്റായ ഗൗണുകളോടൊക്കെ ഇത് ഇടാൻ പറ്റും. ചെറിയ സ്റ്റഡും കൂടി ഇട്ടാൽ മതി ഔട്ട്ഫിറ്റ് ഡ്രസ്സാണെങ്കിൽ. ജിമിക്ക് എല്ലാത്തിനൂടെ പോകുന്ന ഒരു മാലയാണിത്. കൊള്ളാം അല്ലേ? ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല, കാരണം ഇത് നിങ്ങൾ അതിശയിക്കും ഈ പ്രൈസ് നിങ്ങൾ വാങ്ങുമ്പോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ബെറ്റ് വയ്ക്കാം, നിങ്ങൾക്ക് ഈ വിലയിൽ ഒരു സ്ഥലത്തൊന്നും കിട്ടില്ല. ഇതിൽ ഡിസ്കൗണ്ട് മാത്രമല്ല, സ്പെഷ്യൽ ഡിസ്കൗണ്ട് മായ 10ലും കൂടി എടുക്കുമ്പോൾ അതും കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അടുത്തത് നമുക്ക് നോക്കാം.
ഇത് കണ്ടില്ല, ഈ ഡ്രസ്സിൻ്റെ കൂടെ നല്ല ഭംഗിയില്ലേ? നമ്മുടെ വിചാരമാണ് ഇങ്ങനത്തെ ഡ്രസ്സ്, ചില ഡ്രസ്സുകളൊക്കെ ഇങ്ങനത്തെ കൂടെ ഇട്ടാൽ ഭംഗിയില്ല എന്ന്. പക്ഷേ സാരിയുടെ കൂടെയും കൊള്ളാം, ചുരിദാറിൻ്റെ കൂടെയും കൊള്ളാം, സെറ്റ് മുണ്ടിൻ്റെ കൂടെയും കൊള്ളാം. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല ഭംഗിയുണ്ട്. ശരിക്കും നമ്മളെല്ലാവരും ചില ചുരിദാറിൻ്റെ കൂടെ ഇങ്ങനത്തെ മാലകൾ ഇടില്ല. ഒരു വെറൈറ്റിയാണ് ഇങ്ങനത്തെ മാലകൾ, വളരെ നല്ലതാണ്. ഈ മാലയും കൊള്ളാം. ഇനി അടുത്ത വേറെ ഒന്ന് കാണിക്കാം. ഈ മാല കണ്ടില്ലേ, എത്ര ഭംഗിയുള്ള സിമ്പിളാണ്. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന്. കാരണം ഞാൻ മാലയോട് അത്ര വലിയ ക്രേസുള്ള ആളല്ല. ഇപ്പം ഷൂട്ടിംഗ് സമയത്ത് മാത്രമാണ്. നിങ്ങൾക്കും അതറിയായിരിക്കും, ഞാൻ വലിയ ഇയറിങ്ങിനോടാണ് എനിക്കിഷ്ടം, മൂക്കുത്തിയോടാണ്, നോസ് റിങ്ങിനോടൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഇത് ഞാനും കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഈ ഡ്രസ്സിനോടും ചേരും, എല്ലാ ഡ്രസ്സിനോടും പാറ്റേണോട് പോകുന്ന ഒരു ഡ്രസ്സാണ്, ഒരു മാലയാണ്. ഇത് ചോക്കറായിട്ടും ഉപയോഗിക്കാം, ചോക്കർ അല്ലാതെ ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ ഇടുമ്പോഴാണ് അതിനൊരു ഭംഗി. ഇപ്പോൾ ദുപ്പട്ട ഇട്ട ഇതിനും ഉപയോഗിക്കാം, ദുപ്പട്ട ഇല്ലാത്തതിനും ഉപയോഗിക്കാം. ഇപ്പം നമുക്കൊരു ഔട്ട്ഫിറ്റ് ലോങ് സ്കേർട്ടും ശരിക്കും ഒരു ഷോർട്ട് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ ഈ മാല ഇട്ടിട്ട് കമ്മൽ ഇയറിങ് ഇല്ലാതെ ഇടുകയാണെങ്കിൽ ഉഗ്രനായിരിക്കും. അടുത്തത് ഈ മാല എന്ന് ഷഫ് ഇട്ട് തരുമോ? സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു മാല ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സൂപ്പർ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് നല്ല രസമുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്നുണ്ട് അല്ലേ? ഇത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകും തോന്നുന്നു. ഇത് സിമ്പിളുമാണ്, എന്നാൽ ഒരു എലഗൻ ലുക്കും ഉണ്ട്, അല്ലേ? നല്ല രസമുണ്ട്. ഇതിന് കമ്മലും ഉണ്ട്. കമ്മലും കൂടി ഒന്ന് കാണിച്ചു തരൂ. കമ്മലും കൂടി ഒന്ന് ഇട്ട് നോക്കാം. ഈ ചെയിൻ്റെ പേര് ഇൻവിസിബിൾ ചെയിൻ എന്നാണ്. അതെന്താണെന്ന് പക്ഷേ ഇത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഈ ചെയിന്. ഇപ്പോൾ മായ എന്നൊക്കെ പറഞ്ഞ് ഇൻവിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ കൊള്ളല്ലേ കമ്മൽ? വാ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ, നല്ല രസമുണ്ട്. ഇത് നിങ്ങൾ സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഇടാം, സാരിയുടെ കൂടെ ഇടാം. ഇപ്പം മോഡേൺ സാരിയുടെ കൂടെ ഇത് ചേരും. ഇത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പോകും. മോഡേൺ തന്നെ ചുരിദാർ, എന്താ പറയുക, മോഡേൺ സാരി, അല്ലാതെ ട്രഡീഷണൽ സാരി, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അതേപോലെ ഔട്ട്ഫിറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മൾ ലോങ് സ്കേർട്ടും ഒരു ഇപ്പോഴത്തെ ഒരു മോഡേൺ ടോപ്പ്, ഒരു ക്രോപ്പ് ടോപ്പും അല്ല എന്നാൽ ഇൻ ഷർട്ടൊക്കെ ചെയ്തിട്ട് ഇത് മാത്രം ഇട്ടാൽ മതി. കമ്മൽ വേണമെങ്കിൽ കമ്മലിടാം. പക്ഷേ ഇത് ഇട്ടിട്ട് മുടി ഒരു പുട്ടപ്പ് ചെയ്ത ഔട്ട്സ്റ്റാൻഡിങ് അമേസിങ് ആയിരിക്കും ലുക്ക്, ഒരു രക്ഷയില്ല. നമ്മൾ ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യില്ല. ഇത് ഇടുമ്പോൾ തന്നെ, ഡ്രസ്സിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സുന്ദരിയാണ്. ഇത് കണ്ട, ഇതും സിമ്പിളാണ്. ഇത് മഞ്ജു വാര്യർ ഇട്ടിട്ടുണ്ടല്ലോ ഈ മാല. ഇതിൻ്റെ ലോട്ടസ് ടൈപ്പ് മഞ്ജു വാര്യർ ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല, ഉണ്ടാവാം. ഇപ്പോൾ മഞ്ജുവൊക്കെ ഇട്ടാൽ വേറൊരു ടൈപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് മഞ്ജുവിന് ഇഷ്ടമായതുകൊണ്ട് ഈ മാലയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതും എല്ലാ ഡ്രസ്സിനും, ഞാനിപ്പോൾ ഇട്ട എല്ലാ ചോക്കറുകളും നമുക്ക് സാരി മാത്രമല്ല എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ചേരുന്നതാണ്. കൊള്ളാമല്ലോ. ഈ ചെയിന് ഫെയ്ഡാവില്ല. ഇതൊരു 3-4 വർഷം വരെ പോവും എങ്ങനെയായാലും. നമ്മുടെ വേർക്കും, ഇപ്പം നമ്മൾ കേരളത്തിലൊക്കെ നല്ല ചൂടല്ലേ, ഇത് വേർത്താലും ഇതിട്ട് കുളിച്ചാലും ഈ ചെയിനുകളൊന്നും കളർ പോലും. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ അവരുടെ പേജിൽ ചെന്ന് നോക്കുമ്പം ശരിക്കും ഈ കളക്ഷൻസ് എല്ലാം കാണാം. ഇത് ഭയങ്കര അഫോർഡായിട്ടുള്ളൊരു പ്രൈസാണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസാണ്. ഇതും കളർ ചേഞ്ച് ഉള്ളത് അല്ല, ഇതും കറക്കില്ല. വെറൈറ്റിയാണ്. ഇപ്പം നമുക്ക് വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ ഇങ്ങനെ ഇടാം, ഗോൾഡ് ആണെങ്കിൽ ഇങ്ങനെ ഇടാം, സിൽവർ ആണെങ്കിൽ ഇങ്ങനെ ഇടാം. ഇത് കണ്ടില്ല എന്ത് രസമാണ്. എൻ്റെ കൈ ചെറുതാണ്, അല്ലേ? ഭയങ്കര ഭംഗിയുള്ളത്. ഓ, പാമ്പ് പോലെയുണ്ട്. വാ, സൂപ്പർ. നാഗകന്യക. ഇത് അൺകട്ട് ബാംഗിളും സ്റ്റോണാണ്. ഇത് അൺകട്ട് സ്റ്റോണിൻ്റെ ബാംഗിളും ഇത് അതേപോലെ തന്നെ കഴുത്തിലിടുന്ന ചെയിനുമാണ് അൺകട്ട്. ഇതൊക്കെ
നിങ്ങൾ വില കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വില കാണിക്കാം. നോക്ക്, ഇത്രയേ ഉള്ളൂ. ഈ അൺകട്ട് ബാങ്കിളിന് എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ വിലയിൽ കിട്ടും? പറയണമെങ്കിൽ ബെറ്റ്, എനിക്കൊരു ഫെലൂഡ ഐസ്ക്രീം 10 വാങ്ങിച്ചു തന്നാൽ മതി. ഇത് കിട്ടില്ല, ഉറപ്പാണ്. അതിൻ്റെ കൂടെയാണ് മായ 10 എന്ന് പറയുമ്പോൾ കൂപ്പൺ കൂടി തരുമ്പം അവർ തരുന്നത്. അതും കൂടി നിങ്ങൾ ആലോചിക്കുക. ഈ പ്രൈസിൻ്റെ കൂടെ ഒരു മായ 10 കൂപ്പൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ഡിസ്കൗണ്ട് കിട്ടുകയാണ്. ഇതൊക്കെ അൺകട്ട് ചെയിനുകളാണ്. ഇത്ര രസമാണ് ഇതൊക്കെ. ഇത്ര വെറൈറ്റി എവിടെ കിട്ടും? നമ്മൾ ഇവർക്കൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്, നമ്മളല്ലാതെ വേറെ ആർക്കാ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ? എന്തായാലും ചെയ്യുക, നിങ്ങൾ കൂടെ കാണും, ഞങ്ങളെല്ലാവരും ഷഫാനയുടെ കൂടെ കാണും, എല്ലാവരും അല്ലേ? നിങ്ങൾ ചെയ്യൂലേ? അതിൻ്റെ കൂടെ ഇതൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എനിക്ക് വേണ്ടി. കുറേ നാളായല്ലേ, എന്നോട് ദേഷ്യമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻസ് ഇട്ടോ, ലൈക്കും അടിച്ചോ. അതാണ് എനിക്ക് നിങ്ങൾ തരുന്ന ഒരു എനർജി. അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഐ ലവ് യു സോ മച്ച്.